ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശേഖർ കുര്യാക്കോസ്, അർജുനായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടരുകയാണ്. അല്പസമയത്തിനകം സൈന്യം അവിടെ എത്തും. എങ്ങനെയാണ് ഈ സൈന്യം എത്തുന്നതോടുകൂടി ഒരു തിരച്ചിൽ ഊർജിതമാക്കുന്നത്? അരമണിക്കൂർ വരുന്ന മണിക്കൂറുകളൊക്കെ നിർണായകമാണ്. ഇപ്പോൾ മണ്ണ് മാറ്റിയുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത്. സൈന്യം വരുന്നതോടുകൂടി എങ്ങനെയാണ് ഈ തിരച്ചിൽ ഊർജിതമാക്കുന്നത്? നോക്കൂ, സൈന്യം കൂടുതൽ ആൾബലവും കൂടുതൽ സംവിധാനങ്ങളുമായിട്ടാണ് വരിക. അപ്പോ അവര് മൈൻ ഡിറ്റക്ഷൻ, കൂടുതൽ ആഴത്തിൽ മെറ്റൽ ബോഡീസ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റുന്ന സംവിധാനങ്ങളുമൊക്കെ കൊണ്ടാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ രാവിലെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. മാഡം പറഞ്ഞത് അവര് ആദ്യം ഈ സംഘം വരികയും ഇവരുടെ ശേഷിക്കുള്ളിൽ നിന്നില്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് MEGയെ കൊണ്ടുവരാനും അവർ തയ്യാറാണ് എന്നാണ്. ഇതേ സമയം തന്നെ പുഴയിലെ തെരച്ചിൽ അവര് ഊർജിതപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ നേവിയുടെ സംഘം എത്തി എന്നും കാണും. സോണാർ ഉപയോഗിച്ചുള്ള പരിശോധന വേണം. അപ്പൊ അവര് നേവിയുടെ സോണാറുകൾ മാത്രമാണ് ആശ്രയിക്കാനിരുന്നത്. പക്ഷെ നമ്മളുടെ അനുഭവം, നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ സോണാറുണ്ട്, ട്രോളർ ബോട്ടുകളിൽ. ഗോകർണയിൽ നിന്ന് പോകുന്ന ട്രോളർ ബോട്ടുകളെ സംഘടിപ്പിച്ചാൽ അവർക്ക് അതിൽ സോണാർ ഉണ്ട്. ആ സോണാർ കൊണ്ടുവരാൻ പറ്റിയാൽ കൂടുതൽ എണ്ണം സോണാർ ഉപയോഗിക്കാൻ പറ്റും. ഇനി അഥവാ ഈ വാഹനങ്ങൾ, ഒന്നിലധികം വാഹനങ്ങളുണ്ട് അവർക്ക്. നമ്മൾ ഒരു വാഹനത്തെ കുറിച്ച് കേൾക്കുന്നുള്ളെങ്കിലും അവിടെ മറ്റ് ചില വാഹനങ്ങൾ മിസ്സിംഗ് ആണ് എന്ന അറിയിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിക്കാൻ അവർക്ക് കൂടുതൽ സഹായകരമായിരിക്കുമെന്ന് നമ്മളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്യാനും മാഡം തയ്യാറായിട്ടുണ്ട്. മാഡം അതിനു വേണ്ടി ശ്രമിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നലെ 5 മണിക്കൂറോളം മാഡം നേരിട്ട് അവിടെ ജില്ലയിൽ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇപ്പൊ MLA കുറച്ചു മുമ്പ് പറയുന്നത് കേട്ടത് ഡ്രഡ്ജർ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നുവെന്നാണ്. എല്ലാ സാധ്യമായ രീതിയിലും അവർ ശ്രമിക്കട്ടെ. ക്ഷമ, അത് മാത്രമേ നമ്മൾക്കിപ്പോ ഈ കാര്യത്തിൽ ചെയ്യാനുള്ളൂ. ശ്രീ ശേഖർ കുര്യാക്കോസ്, റഡാറിൽ ലോഹഭാഗം കണ്ടെത്തിയ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണ് നീക്കി പരിശോധന നടത്തുന്നത്. ചെളി നിറഞ്ഞ മണ്ണാണ്. അപ്പോൾ ഈ സൈന്യം വരുന്നതോടുകൂടി ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമായിരിക്കില്ല അവിടെ നടക്കുക? പ്രധാനമായും സൈന്യത്തിന്റെ കയ്യിലും JCBകളും ഈ കട്ടർ മൂവർ എക്യുപ്മെന്റുകളുമാണുള്ളത്. നമ്മൾ കേരളത്തിൽ അവരെ വിനിയോഗിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോ കൂടുതൽ ആൾബലവും കൂടുതൽ ശേഷിയുമുള്ള സംഘം എത്തുന്നു എന്നതാണ് പ്രധാനം. ഈ സംഘം ഇപ്പൊ തന്നെ ഒരു 3-4 ദിവസമായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു ടയേർഡ്നെസ് ഉണ്ടാകും. അപ്പോൾ ആർമിയുടെ ഒരു കുറച്ച് ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരടങ്ങുന്ന വലിയൊരു സംഘം വരുമ്പോൾ അവര് കൂടുതൽ വേഗത്തിൽ അവിടെ കാര്യങ്ങൾ മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് റോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കകം കാര്യങ്ങൾ വെളിവാകും. അപ്പൊ അത് ഈ ആർമി സംഘം വരുന്നതോടുകൂടി വ്യക്തമാണ്. ഇതേ സമയം തന്നെ പുഴയിലും തെരച്ചിൽ ആവശ്യമാണ്. അവിടെ മറ്റ് വാഹനങ്ങൾ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതും അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്ന് പറയുന്നത് ആൾതാമസമില്ലാത്തൊരു പ്രദേശമാണ്. അപ്പം എത്രത്തോളം ആയിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിന് ഇതൊരു ബാധിക്കുമോ? ഈ രക്ഷാപ്രവർത്തനം ക്ലേശകരമാകുമോ? അത് സംബന്ധിച്ച് എങ്ങനെയാണ് വിവരങ്ങൾ? ഇതൊരു വനമേഖലയ്ക്ക് സമാനമായ സ്ഥലമാണ്. ഞാൻ ഈ വഴിയിലൂടെ മെയ് മാസത്തിൽ യാത്ര ചെയ്തതാണ് 2 വട്ടം. അധികം ആളുകളൊന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആകെ ഈ ചായക്കടകൾ മാത്രമേ ഉള്ളൂ. മറ്റ് സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോ ആളുകൾ അധികമില്ല എന്നുള്ളത് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നമ്മളുടെ സന്നദ്ധ പ്രവർത്തകരുടെ വലിയ സംഘങ്ങൾ വന്ന് ചേരും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട്. ആ ഒരു അഭാവം അവിടെ ഉണ്ട്. മാനവശേഷിയുടെ ലഭ്യത കുറവ് നമ്മൾക്ക് കാണാമല്ലോ, നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ ഒരു ലഭ്യത കുറവുണ്ട്. അത് അവിടെ അത്തരം ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവര് എല്ലാ അർത്ഥത്തിലും ശ്രമിക്കുന്നുണ്ട്. NDRF ഉണ്ട്, അവരുടെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവും കുറെ അധികം ഹെവി എക്യുപ്മെന്റും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരിമിതമായ ദുരന്ത നിവാരണ അതോറിറ്റി ശേഖർ കുര്യാക്കോസ് ആണ് ഇപ്പോൾ നമ്മളോട് കൂടെ പ്രതികരിച്ചത്.